നമസ്കാരം. മാനുഷിക സേവനം മുഖമുദ്രയാക്കി 25 സംവത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സാരഥി കുവൈറ്റ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ പ്രൗഢോജ്വല വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം. A very good evening, ladies and gentlemen, galaxy of intellectuals, Saradhi Central officials, all unit officials and members, respected dignitaries, esteemed guests, and all our dear friends. This is a time we all were waiting for. I take pride and honors welcoming you all to this evening of the eve of 25th anniversary celebration of Saradhi Kuwait, Saradhyam at 25. ശ്രീനാരായണീയരുടെ ആത്മീയ തലസ്ഥാനമായ ശിവഗിരിയിൽ നിന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രതിനിധിയായി നമ്മുടെ ഈ ചടങ്ങിന് അനുഗ്രഹീത സാന്നിധ്യം പ്രദാനം ചെയ്യുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പൂജനീയ ശ്രീമദ് വിശ്വേശ്വരാനന്ദ സ്വാമികളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹാഗുരുവിൻ്റെ ദിവ്യസങ്കേതമായ ശിവഗിരി മഠത്തിൻ്റെ ഉപദേശക സമിതി അംഗം, ശിവഗിരി മഠത്തിൻ്റെ ഉറക്കമില്ലാത്ത കാവൽക്കാരൻ, മഠത്തിൻ്റെ നയരൂപീകരണത്തിൽ സന്യാസിമാർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവാസി വ്യവസായി, നമ്മുടെ അഭിമാനം KG ബാബുരാജൻ സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹാഗുരുവിൻ്റെ സാർവലൗകിക പ്രാർത്ഥന, ദൈവോപനിഷത്തായ ദൈവദശക ആലാപനത്തോടെ ഈ ആഘോഷത്തിന് തുടക്കം കുറിക്കാം. ആലാപനത്തിനായി ആർഷ രാജൻ, അദീനാഥ് പ്രദീപ് എന്നിവരെ വേദിയിലേക്ക് സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. സാമഗ്രിയായതും നീയല്ലോ
കർമ്മസാക്ഷി. അഭിനവ കേരളത്തിൻ്റെ ഊർജമായ അദൃശ്യ ചൈതന്യമായ ഗുരുദേവ ദർശനത്തിൻ്റെ ശ്രേഷ്ഠതയെ അടയാളപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് അടുത്തതായി വേദിയിൽ. സാരഥിയുടെ അനുഗ്രഹീതരായ 100-ലധികം കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന ഈ വേദി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. പ്രാർത്ഥനയിലൂടെ, സേവന പ്രവർത്തനങ്ങളിലൂടെ അനുകമ്പയുടെ ആഴങ്ങളറിഞ്ഞ അപരന്റെ സുഖത്തിനായി അഹർനിശം പ്രവർത്തിച്ച 25 സംവത്സരങ്ങൾക്കു സാക്ഷിയായ സാരഥി കുവൈറ്റ്, സ്നേഹം നിറച്ച 25 മൺചിരാതുകൾ പ്രതീകാത്മകമായി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കർമ്മസാക്ഷിയുടെ വേദിയിൽ. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. നാവികന്നി ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുക, ദൈവമേ കാത്തുകൊള്ളുക. സാരഥിയുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്ക് പൂർവജന്മാർജിത സംസ്കൃതിയുടെ ആത്മീയ ബലം കരഗതമാക്കുന്നതിന് പ്രാപ്തരാകുവാൻ പ്രാർത്ഥനയോടെ. Sun in God.
അറിവിന്റെ ആകാശത്തിൽ പ്രകാശം ചൊരിയുന്ന ശാരദാദേവിയുടെ അറിവിന്റെ അഗ്നിസ്തോകങ്ങൾ സാരഥിക്ക് ആർജവമായി അവിരാമം അനവരതമൊഴുകുന്ന തെളിനീർ ചോലയായി തീരട്ടെ. ഭേദചിന്തയില്ലാതെ അവൻ എന്ന ഏകചിന്തയിലൂടെ പ്രവർത്തിക്കുന്ന സാരഥിയുടെ ഇതപര്യന്തമുള്ള കർമ്മരംഗം തനിക്കെന്ന പോലെ അപരന്റെ സുഖത്തിനും ഉതകുന്ന ലക്ഷ്യത്തിൽ അഭിരമിക്കുന്ന സാരഥി ഗുരു എന്ന കർമ്മസാക്ഷിയുടെ പ്രകാശത്തിനായി തൊഴുകൈകളോടെ. എന്നറിയുന്നതൊക്കെയോർത്താൽ അവനീലാദീമമായൊരാത്മരൂപം അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനീലാദീമമായൊരാത്മരൂപം അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി വരേണം അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവയപരനു സുഖത്തിനായി
വരേണം. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനീലാദിമമായൊരാത്മരൂപം. Good afternoon, passengers. This is the pre-boarding announcement for Flight 372A to Kansas City. We are now inviting those passengers with small children and any passengers requiring special assistance to begin boarding at this time. Please have your boarding pass and identification ready. Regular boarding will begin in approximately 10 minutes' time. Thank you. Who are you? Who are you? Who are you? മലയാള മണ്ണിന്റെ മകനാണു ഞാൻ, കടൽ കോട്ടയെന്നറബിനാമമാം ഭൂമിയിൽ. മലയാള മണ്ണിന്റെ മകനാണു ഞാൻ, കടൽ കോട്ടയെന്നറബിനാമമാം ഭൂമിയിൽ. മണലൊരുകുമി മണൽക്കാട്ടിൽ പ്രതീക്ഷയാ, മണലൊരുകുമി മണൽക്കാട്ടിൽ പ്രതീക്ഷയാ. നിങ്ങളിൽ ഒരുവനായി നിങ്ങളെ പോലെ ഞാൻ, നിങ്ങളിൽ ഒരുവനായി നിങ്ങളെ പോലെ ഞാൻ. മലയാള മണ്ണിന്റെ മകനാണു ഞാൻ,
ഓരോ പ്രതീക്ഷയും വാടിക്കരിഞ്ഞു. സ്നേഹവാത്സല്യം മധുരമായി നൽകുവാൻ ആരാണ് ഭൂമിയിൽ അച്ഛനല്ലാതെ? മലയാള മണ്ണിന്റെ ചരിത്രത്തിന് മാറ്റത്തിന്റെ ശംഖനാദം മുഴക്കിയ യുഗപുരുഷൻ. ഗിരിനിരകളുടെ ഗരിമയും അലയാഴിയുടെ ആഴവും മഹാവിഹായസിന്റെ വിശാലതയുമുള്ള പ്രായോഗിക ദർശനത്തിന്റെ വക്താവും പ്രയോക്താവുമായ ശ്രീ നാരായണ പരമഹംസദേവൻ. അഭിനവ കേരളത്തിന്റെ അദൃശ്യ ചൈതന്യമായ ആ മഹാഗുരുവിന്റെ സാരഥ്യത്തിൽ അഭിരമിക്കുന്ന കുവൈറ്റ് സാരഥി 25 സംവത്സരങ്ങൾ പിന്നിടുന്നു. സേവയ്ക്കുപയുക്തമാക്കി സാരഥി 25 സംവത്സരത്തിനവിലും ഗുരുവിൻ ശ്രീപദം തേടുന്ന സാരഥി. സാരഥി സാരഥി ഗുരുവാം പൊന്നരയാലിൻ ചുവട്ടിൽ തണൽ തേടിയെത്തിയോർ നമ്മൾ. സാരഥിയ ഗുരുവാം പൊന്നരയാലിൻ ചുവട്ടിൽ തണൽ തേടിയെത്തിയോർ നമ്മൾ. ആജീവവായുവിൽ അഭിരമിച്ചിടുന്ന കേരളീയർ നമ്മൾ. കേരളീയർ നമ്മൾ. സാരഥിയ കഠിനമാം ചൂടും അതിശൈത്യകാലവും തളരാതെ പൊരുതും പ്രവാസലോകം. ജീവകാരുണ്യത്തിനുറവ വറ്റാത്തവർ മലയാള മണ്ണിന്റെ തുണയായി സാരഥി. മലയാള മണ്ണിന്റെ തുണയായി സാരഥി. പ്രളയത്തിലെല്ലാം നശിച്ചവർ, ഒരു മഹാവ്യാധി സുനാമിയും വന്ന പെറ്റമ്മയെയും ആ മണ്ണിനെയും രണ്ട് കൈകളും ചേർത്ത് പിടിച്ചെന്ന് സാരഥി.
ആരാണ്? എങ്ങോട്ട് പോകുന്നു? ഞാനൊരു ഇന്ത്യക്കാരൻ. പേര് നടരാജൻ. തിരുവിതാംകൂറിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിലേക്കോ? എന്തിന്? എനിക്ക് അവിടെ ഒരു സന്ദേശം എത്തിക്കാനുണ്ട്. സന്ദേശമോ? എന്ത് സന്ദേശം? ഞങ്ങളുടെ നാട്ടിൽ ഒരൊറ്റമുണ്ടുടുത്ത് ഒന്ന് പുതച്ച് നടക്കുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. പേര് നാരായണ ഗുരു. ഓഹോ, എന്തായിരുന്നു ആ ഗുരുവിന്റെ സന്ദേശം? മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. അതുകൊണ്ട് അവർക്ക് വർണ്ണവർഗ ദേശഭേദങ്ങളില്ല. എല്ലാ മനുഷ്യരും ആത്മസഹോദരങ്ങളാണെന്ന് പറയുക മാത്രമല്ല, പ്രവൃത്തിപഥത്തിൽ കാണിച്ചു നൽകുകയും ചെയ്തു. ഇതാണ് ഗുരുവിന്റെ സന്ദേശം. അതൊരു പുതിയ അറിവാണ്. ലോകത്ത് എത്രയോ മഹാമനീഷികൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ശരിയാണ്. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ചിന്തകന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും തത്വചിന്തകൾ പരിശോധിച്ചാൽ ഗുരുദേവ ദർശനങ്ങൾ അവയോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ഇന്ന് ലോകത്തിലില്ലാത്തത് ഇതുപോലൊരു ദർശനമാണ്, ഇതുപോലൊരു ഗുരുവാണ്. താങ്കളുടെ പേരെന്താണ്? ഗാരി ഡേവിസ്. Gary Davis! Gary Davis! Gary Davis! അമേരിക്കൻ പ്രതിരോധ സേനയിലെ സൈനികൻ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ 10,000 ജീവനോടെ ചുട്ടുകരിച്ച പൈലറ്റ്. നിമിഷ നേരം കൊണ്ട് ഒരു ചെറുപട്ടണം നാമാവിശേഷമാക്കിയ സൈനികൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? ഞങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്ക് എങ്ങനെ ശത്രുക്കളായി? ഞങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ശത്രുവിന്റെ സർവനാശം ലക്ഷ്യം വെച്ച് യുദ്ധം ചെയ്ത മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ. തീർന്നില്ല. ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് വന്നവൻ ഗാരി ഡേവിസ്. ഒരു ലോകം,
ഒറ്റ ജനത, അതിനുവേണ്ടി എനിക്ക് പ്രവർത്തിക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞാൻ ചുറ്റി സഞ്ചരിച്ചു. പക്ഷേ ആരും ഗാരി ഡേവിസിനെ കണ്ടില്ല, കേട്ടില്ല. മിസ്റ്റർ ഗാരി, നിങ്ങൾ അമേരിക്കയിലെ ശ്രീനാരായണ ഗുരുകുലത്തിലേക്ക് പോരൂ. അവിടെ താങ്കളെ കാത്തെൻ്റെ ഗുരുവുണ്ട്. ഗുരുവിൻ്റെ ദർശനം, ഉദ്ബോധനം നിങ്ങൾക്ക് സത്യത്തിലേക്കുള്ള പാത കാണിച്ചു തരും. ഡോക്ടർ പൽപ്പുവിന്റെ പുത്രൻ ഡോക്ടർ നടരാജൻ എന്ന നടരാജഗുരുവിന്റെ ശിഷ്യനായി ശ്രീനാരായണ ധർമ്മ പ്രചാരകനായി തീർന്ന ഗാരി ഡേവിസ് അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി, ഓസ്ട്രിയ ഇവിടങ്ങളിലെ ശ്രീനാരായണ ഗുരുകുലങ്ങൾക്കും ആശ്രമങ്ങൾക്കും തുടക്കം കുറിച്ച വ്യക്തി. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തിനു മുൻപിൽ മഹാഗുരുവിന്റെ ഏകലോക ദർശനത്തെ ഉൾക്കൊണ്ട് ഒരു ലോകം, ഒരു ജനത, ഒരു നീതി എന്ന ഏകലോക ദർശന പ്രസ്ഥാനം ആരംഭിച്ചു. വൺ വേൾഡ് പാസ്പോർട്ടിന് രൂപം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഗാരി. ഗുരുവചനങ്ങൾ വിവിധ ഭാഷകളിൽ എഴുതി UN ആസ്ഥാനത്ത് തന്നെ പ്രചരിപ്പിച്ചു. നടരാജഗുരു, ഗാരി ഡേവിസ്, ജോൺസ് ലിയൻസൺ, ഏണസ് കർക്കി എന്നിവരുടെ ശ്രമഫലമായി ലോകം ഗുരുവിനെ അറിയുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ഗുരുവിന്റെ ഏകലോക ദർശനവും കാഴ്ചപ്പാടുകളും ലോക ഭരണാധികാരികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകാറുള്ള നിരവധി സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. വലിയ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും അർത്ഥരഹിതമായ യജ്ഞങ്ങളും നടത്തുന്നവർ ഗുരുധർമ്മത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്നു. ജാതിമത വർഗ വർണ്ണഭേദങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത ഗുരുവിനെ നാം പടിക്ക് പുറത്തു തന്നെ നിർത്തിയിരിക്കുന്നു. ഗുരുവിന്റെ പേരിൽ എന്തെല്ലാം ഉണ്ടായാലും ഉള്ളിൽ ഗുരുവില്ലെങ്കിൽ എന്തർത്ഥം? ഗുരുവിന്റെ ധർമ്മചിന്തകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ഇന്നും നശിക്കാത്ത വർഗീയതയും ജാതി ചിന്തയും മാത്രമല്ല, ശുചിത്വമില്ലായ്മ മൂലമുള്ള പല വ്യാധികളും ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. ഉണരണം, സംഘടിത ശക്തിയായി പടരണം. അമ്മ വയറ് വെക്കുന്നു. അമ്മ 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 കല്ലേക്കുളങ്ങര പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള അടിയന്തര അറിയിപ്പ്. നാട്ടിലെമ്പാടും മഴക്കാല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഡെങ്കിപ്പനി, കുരങ്ങുപനി തുടങ്ങിയ പനികളും മറ്റു വൈറസ് രോഗങ്ങളും, വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുവാൻ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. കേട്ടില്ലേ? ജാഗ്രത വേണമെന്ന്. അതെ, രോഗം വന്നു കഴിഞ്ഞ് എന്ത് ജാഗ്രത? ശുചിത്വം എന്നത് എക്കാലത്തും വേണ്ടത് തന്നെ. ഒരാൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതല്ല ശുചിത്വം. ജനങ്ങളും സർക്കാരുകളും ഈ കാര്യത്തിൽ ജാഗ്രത പാലിച്ചേ പറ്റൂ. പനിയായിട്ടോ മറ്റസുഖങ്ങളുമായിട്ടോ ആശുപത്രിയിൽ ചെന്ന മിക്കപ്പോഴും ഡോക്ടർ ലീവിലായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ മരുന്ന് കുറിച്ചു തരും, പുറത്തുനിന്ന് വാങ്ങണം. അതാ ഇപ്പോഴത്തെ അവസ്ഥ. എന്റെ ദാമോദരൻ ചേട്ടു, ശുചിത്വം ഇല്ലായ്മയാണ് പല സാംക്രമിക രോഗങ്ങൾക്ക് കാരണം.
വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒപ്പം ഭക്ഷണവും ശ്രദ്ധിക്കണം. നേരെ ചൊവ്വേ കൈ കഴുകാൻ നാം പഠിച്ചത് തന്നെ കൊറോണ വൈറസ് വന്നതിന് ശേഷമല്ലേ? ആളുകളെ സ്വീകരിക്കാനും പരസ്പരം സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും അന്ന് നാം പഠിച്ചു. ജീവിതത്തിൽ ശുദ്ധിയും വൃത്തിയും പാലിക്കണമെന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരുദേവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെ, പഞ്ചശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഗുരു ഉപദേശിക്കുക മാത്രമല്ല, സ്വജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയും ചെയ്തു. ശുചിത്വമുള്ളവൻ ഒരു സ്ഥലത്തും മാറ്റി നിർത്തപ്പെടില്ല എന്ന് ഗുരു ചൂണ്ടിക്കാണിച്ചു തന്നു. അന്നത്തെ ദുരാചാരമായ തൊട്ടുകൂടായ്മയ്ക്ക് ശുചിത്വമില്ലായ്മ ഒരു ഘടകമായിരുന്നെന്ന് ഗുരു കണ്ടെത്തി. ഗുരുവിന്റെ ശുചിത്വ സംഹിത നമ്മൾ പിന്തുടർന്നുവെങ്കിൽ കോവിഡ് പോലുള്ള മഹാമാരികളും മറ്റ് സാംക്രമിക രോഗങ്ങളും വരാതെ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് ഗുരുവിന്റെ ഉദ്ബോധനങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. വിവാഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ 10-11 ആളു മതിയെന്നാണ് ഗുരു നിർദ്ദേശിച്ചത്. ഈ വന്ന കാലത്ത് അത് പറ്റുമോ? പറ്റുമെന്ന് കൊറോണ കാലം നമ്മെ പഠിപ്പിച്ചില്ലയോ? ആർക്കും പരാതിയും പരിഭവവും ഉണ്ടായിട്ടുമില്ല. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 11 ആളുകൾ മാത്രമായിരുന്നു. ഒരു സംഘടനയുടെ, ഒരു സമുദായത്തിന്റെ മാത്രമായിട്ടാണ് ഗുരുവിനെ ഇന്നും പലരും ഗണിക്കുന്നത്. ഗുരു ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് പറഞ്ഞതും പ്രവർത്തിച്ചതും എന്ന് നാം അറിയണം. അതെ, എന്താടാ പോയി പോയി ആര് പോയ കാര്യമാ ഗോപിയെ? മുമ്പേ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയ നമ്മുടെ മോളില്ലേ, അവള് പോയി. ഒരു പിഞ്ചു ജീവനും കൂടി ഒലിഞ്ഞു പോയി, നീ അവൾക്കേകിയ ഭക്ഷണത്താൽ. പരിസര ശുചിത്വം, ഭക്ഷണ ശുചിത്വം പാലിച്ചിടേണം ദുരന്തങ്ങൾ ഒഴിയുവാൻ.
രുചിയുള്ള ഭക്ഷണം പലയിടങ്ങളിൽ നിന്നും വാങ്ങിക്കൊടുത്ത് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ അവർക്ക് നൽകുന്നത് രുചിയുള്ള വിഷമാണെന്നറിയുക. പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും പ്രായമായവരിൽ മാത്രം കണ്ടിരുന്നവ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പിടികൂടുന്നു. ഭക്ഷണ ശുചിത്വവും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഓരോ വ്യക്തിയും പാലിക്കണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചത് ആരോഗ്യ പ്രവർത്തകരോ ഗവൺമെന്റോ അല്ല, ശ്രീ നാരായണ ഗുരുദേവനാണ്. ഏയ്, 100 വർഷം മുമ്പ് ഗുരുദേവൻ പറഞ്ഞതിന് ഇന്ന് എന്ത് പ്രസക്തി? അന്തക്കാലമല്ല ഇന്തക്കാലം. അന്നത്തെ സാഹചര്യം അതായിരുന്നു. ഇന്ന് ശാസ്ത്രം വളർന്നു, അറിവുള്ളവരുടെ എണ്ണം കൂടി. അതുകൊണ്ട് ശുചിത്വബോധം വേണ്ട എന്നാണോ? ഗുരു എന്ന് പറഞ്ഞ ശുചിത്വബോധത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. പഞ്ചശുദ്ധി വേണമെന്നാണ് അന്ന് ഗുരു നിർദ്ദേശിച്ചത്. ഗുരുവിന് മുൻപും ശേഷവും പല ഗുരുക്കന്മാരും ഉണ്ടായിരുന്നു. ആരും ഈ ഒരു ദർശനം സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. ഗുരു നിർദ്ദേശിച്ച ഏത് ശുചിത്വമാണ് ഇന്ന് പ്രസക്തമല്ലാത്തത്? അഴുക്കയാലുകളും വെള്ളക്കെട്ടുകളും പലവിധ സാംക്രമിക രോഗങ്ങളും പെരുകുന്നു. വേണ്ടത്ര അവധാനതയോടെ ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതെ, എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും പഠിക്കാത്തവരായ നാം. അതെ. കോട്ടയം നാഗമ്പടം ക്ഷേത്ര മൈതാനത്തുള്ള ഈ മാവിന്റെ ചുവട്ടിൽ വിശ്രമത്തിന് ഗുരു ആഗതനാകുന്നു. ഈ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുവാദം നൽകുന്നത്. തീർത്ഥാടനം ഒരു ചടങ്ങു മാത്രമാകരുത് എന്ന് ഗുരു നിഷ്കർഷിച്ചു. അവിടെയും അറിവിന് ഗുരു പ്രാധാന്യം നൽകി. മറ്റു തീർത്ഥാടനങ്ങളിൽ നിന്നും ശിവഗിരി തീർത്ഥാടനം വേറിട്ടതാകുന്നത് അതുകൊണ്ടാണ്. എന്താ ഗോവിന്ദ വിശേഷിച്ച്? സ്വാമി, അത് റൈറ്റർക്ക് തൃപ്പാദങ്ങളോടൊരു കാര്യം ഉണർത്തിപ്പാനുണ്ട്. എന്താണത് കിട്ടാ? ഒരു അനുവാദ കൽപ്പനയ്ക്ക. എന്താണെന്ന് പറയാമല്ലോ. സ്വാമിയുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളത് റൈറ്റർ കുറിച്ചു വച്ചിട്ടുണ്ട്. കൽപ്പിച്ചാൽ അത് വായിച്ചവതരിപ്പിക്കാമായിരുന്നു. ആകാമല്ലോ. ശിവഗിരി തീർത്ഥാടനമോ? ശിവഗിരിയിലേക്കോ? അതെ സ്വാമി, ശിവഗിരി തീർത്ഥാടനം. കൊള്ളാം. കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദാദേവിയെ വണങ്ങുകയും ചെയ്യാം. നല്ല കാര്യം. എല്ലാ മതക്കാരും അവരവരുടെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനമായി പോകുന്നു. ഞങ്ങൾക്ക് ശിവഗിരി പുണ്യസ്ഥലമായി തൃപ്പാദങ്ങൾ കൽപ്പിച്ച് അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ദക്ഷിണകാശി എന്ന വർക്കല ജനാർദ്ദനം പുണ്യസ്ഥലം തന്നല്ലോ. അതിനടുത്ത ശിവഗിരി പുണ്യസ്ഥലമാകുമോ? സ്വാമി തൃപ്പാദങ്ങൾ കൽപ്പിച്ചാൽ ശിവഗിരി പുണ്യസ്ഥലമാകും. കൽപ്പന തന്നാൽ മതി. നാം പറഞ്ഞാൽ ശിവഗിരി പുണ്യസ്ഥലമാകുമെന്ന് ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും വിശ്വസിക്കുന്നു. അപ്പോ ആകെ 3 പേരായി വിശ്വാസികൾ. പുണ്യസ്ഥലത്തിന്റെ പ്രശസ്തിക്കും വ്യാപ്തിക്കും അത് മതിയോ? കൽപ്പന തന്നാൽ ഞങ്ങൾ മുഴുവൻ ആളുകളും മറ്റകറ്റി നിർത്തപ്പെട്ടവരും ശിവഗിരി പുണ്യസ്ഥലമായി വിശ്വസിക്കും. ആ, വിശ്വാസമുണ്ടല്ലോ. കൊള്ളാം. അനുവാദം തന്നിരിക്കുന്നു. തീർത്ഥാടകന്റെ വേഷം? ആ, സന്യാസിക്ക് കാവി, മറ്റു ചിലർക്ക് വെള്ള. ശിവഗിരി തീർത്ഥാടകന് കൃഷ്ണന്റെ മഞ്ഞയാവാം. അലക്കി തെളിച്ചെടുത്ത വെള്ളയിൽ മഞ്ഞൾ കലക്കി മുക്കി ഉണക്കിയെടുക്കണം. ഔഷധമാണ് മഞ്ഞൾ. സ്വാമി, രുദ്രാക്ഷം ധരിക്കണോ? വേണ്ട, രുദ്രാക്ഷം കുറച്ച് അരച്ച് കലക്കി കുടിക്കുന്നത് നല്ലതാ. ഔഷധമാണ്, ഗുണം കിട്ടാതിരിക്കില്ല. ആ, തീർത്ഥാടനത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായില്ല. ആണ്ടിലൊരിക്കൽ കുറെ ആളുകൾ നാനാഭാഗങ്ങളിൽ നിന്ന് മഞ്ഞ വസ്ത്രം ധരിച്ച് യാത്ര ചെയ്ത് ശിവഗിരിയിൽ വന്ന് ചുറ്റി നടന്ന് കുറെ പണം ചെലവാക്കിയാൽ എന്ത് നേടി, എന്ത് സാധിച്ചു? ഒന്നുമില്ല. അത് പാടില്ല. ഏതിനും ഒരു ലക്ഷ്യമുണ്ടാവണം. എഴുതിയെടുത്തോളൂ. വിദ്യാഭ്യാസം, ശുചിത്വം,
ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക ശാസ്ത്ര പരിശീലനം, ഈ വിഷയങ്ങളെപ്പറ്റിയുള്ള പ്രസംഗ പരമ്പര നടത്തണം. ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗിപ്പിക്കണം. ജനങ്ങൾ അച്ചടക്കത്തോടെ അത് കേട്ട് മനസ്സിലാക്കണം. കൽപ്പന പോലെ എല്ലാം അനുഷ്ഠിച്ചോളാം. എന്ന് നടത്താം എന്നുകൂടി കൽപ്പിച്ചാൽ. പാശ്ചാത്യരുടെ പുതുവർഷം തന്നെ ആവട്ടെ. മഞ്ഞും മഴയുമൊക്കെ മാറിയിട്ടുണ്ടാവും. എല്ലാം സ്വാമിയുടെ നിശ്ചയം പോലെ. കണ്ടോ, വെറുമൊരു തീർത്ഥാടനം പോലും വെറുതെ ആവരുത് എന്ന് ഗുരു നമ്മെ ഉപദേശിച്ചു. അതുമാത്രമോ, ജാതിമതാന്ധത തീവ്രമായ സമയത്ത് അരുവിപ്പുറത്ത് ഗുരു കുറിച്ചു വെച്ച വാക്കുകൾ അതുവരെ ഉണ്ടായിരുന്ന ക്ഷേത്ര സങ്കല്പത്തെ മാറ്റിമറിച്ചില്ലേ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ബ്രാഹ്മണനും പറയനും നരജാതിയിൽ നിന്നല്ലേ പിറക്കുന്നത്? പിന്നെങ്ങനെ ജാതിചിന്തയ്ക്ക് അവസരം? ലോകപ്രസിദ്ധമായ ഗുരുദേവന്റെ ഈ വാക്കുകൾ ജാതിചിന്ത ഉള്ളടത്തോളം കാലം പ്രസക്തമല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ. മനുഷ്യാണാം മനുഷ്യത്വം എന്നുദ്ബോധിപ്പിച്ച ഗുരുദേവൻ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകുന്നു. എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേയ് വിട്ടകലാത ചിന്തയും. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേയ് വിട്ടകലാത ചിന്തയും. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഗുരുദേവ വചനങ്ങൾ അന്നും ഇന്നും എന്നും പ്രസക്തമാണ്. നാം ഇന്നും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പേരിൽ ദുരഭിമാനം കൊള്ളുന്നു. ശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും നാം കേൾക്കുന്നതും കാണുന്നതും ഉപയോഗിക്കുന്നതും അനുഭവിക്കുന്നതും ഒന്നും നമ്മുടെ സംഭാവനകളല്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അറിവ് നേടണമെന്ന ഗുരുവിൻ്റെ വാക്കുകൾക്ക്
എന്ത് സംഭാവനയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഗുരു പറഞ്ഞതും പ്രവർത്തിച്ചതും ഏതെങ്കിലും ഒരു വർഗത്തിനു വേണ്ടിയോ വിഭാഗത്തിനു വേണ്ടിയോ മാത്രമായിരുന്നില്ല, മനുഷ്യവംശത്തിനു വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോഴും മണിപ്പൂര് പോലുള്ള സ്ഥലങ്ങളിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നു. മണിപ്പൂരു കത്തിക്കരിഞ്ഞു നാറുന്നു, മർത്യന്റെ രോദനം ഉയർന്നു കേൾക്കുന്നു. ഗുരുവിന്റെ വാക്കുകൾ ഓർക്കേണ്ടവർ, ഗുരുവിന്റെ വാക്കുകൾ കേൾക്കേണ്ടവർ. കാലം വൈകിയില്ല. ആ കർമ്മസാക്ഷിയുടെ പ്രകാശം എങ്ങും വ്യാപിക്കട്ടെ. ഗുരുവിന്റെ വാക്കുകൾ അമൃതത്വവാണികൾ, മനുഷ്യത്വമാണതിനന്തർധാര. ഹിന്ദു സന്യാസി, നവോത്ഥാന നായകൻ, ഒരു വിഭാഗത്തിൻ്റെ ഈശൻ മഹാഗുരു. ഇനിയും ഇളകാത്ത വേലികൾക്കുള്ളിൽ ഈ മഹാഗുരുവിനെ ബന്ധിച്ചിടുന്നു നാം. ഗുരുവിൻ്റെ കർമ്മങ്ങൾ ഏറ്റെടുത്തിടണം, അതിനായി നമ്മൾക്ക് അണിചേർന്നു നീങ്ങിടാം. സംവത്സരങ്ങളായി സാരഥി കുവൈറ്റിന്റെ ജനസേവനത്തിൻ നാട്ടുനടവഴികളിൽ ഗുരുസാരഥിയായ രഥചക്രമുരുളുന്നു, അവിരാമമുയരുന്ന സ്നേഹക്കുളമ്പടി. സംവത്സരങ്ങളായി സാരഥി കുവൈറ്റിന്റെ ജനസേവനത്തിൻ നാട്ടുനടവഴികളിൽ ഗുരുസാരഥിയായ രഥചക്രമുരുളുന്നു, അവിരാമമുയരുന്ന സ്നേഹക്കുളമ്പടി. സാരഥി 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 സാരഥി.
എത്ര ദൂരങ്ങൾ താണ്ടണം, ഇനി എത്ര കാഴ്ചകൾ കാണണം. ഒരുമയുടെ കൊടിയൊന്നുയർത്തിപ്പിടിച്ചിടാം, യുഗസന്ധിയോളം ഈ രഥചക്രമുരുളണം. സാരഥി 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 സാരഥി. ശിവശങ്കര സർവശരണ്യ വിഭോ, ഭവസങ്കടനാശന പാഹി ശിവ. കവിസന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. ശിവശങ്കര സർവശരണ്യ വിഭോ, ഭവസങ്കടനാശന പാഹി ശിവ. കവിസന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. ശിവശങ്കര സർവശരണ്യ വിഭോ, ഭവസങ്കടനാശന പാഹി ശിവ. കവിസന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. ശിവശങ്കര സർവശരണ്യ വിഭോ, ഭവസങ്കടനാശന പാഹി ശിവ. കവിസന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളേ. കഴിഞ്ഞ 3 മാസക്കാലത്തെ കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആകെ തുകയാണ് കഴിഞ്ഞ 1 മണിക്കൂർ നേരം വേദിയിൽ അവതരിപ്പിച്ച കർമ്മസാക്ഷി. ഇതിൻ്റെ കഥാതിരകഥാ സംഭാഷണമൊരുക്കിയത് ശ്രീ ശശികുമാർ ചിത്രാലയമാണ്. ഇത് സംവിധാനം നിർവഹിച്ചത് ശ്രീ സുനീഷ് IV ആണ്. സുനീഷിനെ മുന്നോട്ട് വരണം, സുനീഷ് മുന്നോട്ട് വരണം. സുനീഷിനൊരു സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി പൂജനീയ സ്വാമിജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമദ് വീരേശ്വരാനന്ദ സ്വാമികൾ.